അങ്ങനെ ഒരുപാട് വേനലുകളും വർഷങ്ങളും കടന്നുപോയി. കുട്ടപ്പായി വളർന്നു. ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത് അതിവേഗ സമ്പന്നനായി തീർന്ന പോലെ അവൻ്റെ മൂല്യബോധങ്ങൾ അല്പാൽപമായി കുറഞ്ഞു വന്നു. ഭർത്താവിൻ്റെ ഉയർച്ചയിൽ ഒന്നുമല്ലാതായിരുന്ന ഭാര്യയ്ക്ക് എന്തൊക്കെയോ ആയിത്തീർന്നെന്നുള്ള മനോഭാവത്താൽ ചുറ്റുമുള്ളവരെ വില കൽപ്പിക്കുന്നതിനും അന്ന അവൾ അറിയാതെ മറന്നുപോയി. ഞങ്ങളിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സ്വന്തം അമ്മ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കുട്ടപ്പായുടെ ഭവനത്തിലേക്ക് വിദേശത്തു നിന്ന് കടന്നു വരുന്ന കുട്ടപ്പായയാണ്. ആ എത്രയായി? 3000 രൂപ. 3000? എടോ, കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോ എയർപോർട്ടിന് ഇവിടം വരെ വരാൻ 1000 രൂപ പോലും വന്നില്ലല്ലോ. പിന്നെ എവിടെ നീ 3000? ചേട്ടൻ എത്ര വർഷം മുമ്പേ അവസാനമായിട്ട് ലീവിന് വന്നത്? ഒരു 10-15 വർഷമായി കാണും. ഫസ്റ്റ് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പഴക്കമുള്ളത്. ബാക്കിയെല്ലാം മാറി. പെട്രോളിന്റെ വില 100 കിടന്ന ചേട്ടൻ അറിഞ്ഞിരുന്നോ? ഇട്ടിട്ടുണ്ട്. ആഹാ, ചേട്ടായി വന്നല്ലോ. ദിവസം 2 ഇന്ന് വരും നാളെ വരും പറഞ്ഞ് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. നോക്കട്ടെ എന്തൊക്കെയാ കൊണ്ടുവന്നേക്കണേ. അമ്മ അങ്ങനെ പോയി ചേട്ടായി. ശവടപ്പും ബാക്കി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇന്നലെ പോയിട്ടുള്ളൂ. ഇനിയിപ്പം അത് പറഞ്ഞിട്ട് എന്തിനാ? ചേട്ടായി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആഹാ, അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. പിന്നെ അമ്മ ആ തള്ളയെ കുറിച്ചൊന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാണ്ടിരിക്കും. നിങ്ങളുടെ അമ്മേനെ ഞാൻ ഇത്ര നാൾ നോക്കി നേരത്തെ വല്ല കാനഡയിലോ UK യിലോ കെയർ ഹോമിൽ പോയി ഒന്ന് നോക്കിയിരുന്നെങ്കിൽ 10 ചക്ര എന്റെ പോക്കറ്റിലിരുന്നാല്. എന്ത് പറഞ്ഞാലും അമ്മ അമ്മ അമ്മ. എടി, സ്വന്തം അമ്മേനെ നോക്കുന്ന പോലെയാണോ ഏതോ സായിപ്പിന്റെ അമ്മേനെ നോക്കണത്? ഓ, അത് ഞാനങ്ങ് സഹിച്ചു. ദേ, ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. ഈ വട്ടം ചേട്ടായി തിരിച്ചു പോകുമ്പോഴേ ഞാനും കൂടെ വരും. എനിക്കൊന്നും വയ്യേ പട്ടിക്കാട്ടി കിടന്ന് ജീവിക്കാൻ. എടി അന്നെ ഒന്ന് നിർത്തിക്കേ. ഞാനിപ്പോ വന്ന് കേറിയുള്ളൂ. അപ്പോഴേക്കും നീ പോണതിനെ പറ്റി പറയല്ലേ. ഞാൻ പറഞ്ഞു മാത്രം. പോയി ഫ്രഷ് ആയിട്ട് വാ. കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. ഹലോ, എടാ മോനെ, നീ ഇത് എവിടെ പോയി കിടക്കാ? ഇന്നലെ അമ്മാമ്മയുടെ ഇടയ്ക്കിന് പപ്പയുടെ വീട്ടുകാരെല്ലാരും വന്നപ്പോ നിന്നെ കാണണോന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തതാ. നീ എന്താ എടുക്കാഞ്ഞേ? ഭാഗ്യം എടുക്കാഞ്ഞത്. നാട്ടിലുള്ളപ്പോ നാട്ടുകാരുടെയും ഈ റേച്ചലിന്റെയും ബന്ധുക്കളുടെ ചോദിക്കലും പിടിക്കലും കാരണം ഞാൻ നാട് വിട്ട് കാനഡയ്ക്ക് വന്നത്. മമ്മി വീണ്ടും അവർക്കെന്നെ തിന്നിട്ട് കൊടുക്കണോ? നീ വിളിച്ചിട്ട് എടുക്കാണ്ടായപ്പോ ഞാൻ പറഞ്ഞു നീ മറ്റേ ഇൻട്രോവേർട്ടാണ്. എന്നിട്ട് മറ്റേ ആരോടും മിണ്ടാത്ത ടൈപ്പ് ആൾക്കാരില്ലേ? ഞാൻ മറ്റേ റീൽസിലൊക്കെ കണ്ടതാ. മിണ്ടാതിരിക്കുന്ന ഇൻട്രോവേർട്ടേ. എന്റെ അമ്മയെ ഇൻട്രോവേർട്ട് അറിയാൻ പാടില്ല. പിന്നെ എന്തിനാ അങ്ങനെ വിളിച്ചു പറയണ? അത് വിട്. എടാ, പപ്പ വന്നിട്ടുണ്ടടാ, കുളിക്കാൻ പോയിക്കാ. അതല്ല മമ്മി, നമ്മുടെ പുതിയ വീട് വെച്ചിട്ട് ആദ്യമായിട്ടല്ല പപ്പ വീട്ടിലേക്ക് വരുന്നത്. അതെ, നിന്നല്ലേ മുഴുവൻ പണി നോക്കാന്ന് പപ്പ ഏൽപ്പിച്ചേ. അതെ മമ്മി, എന്റെ പഴയ ഗിറ്റാർ അവിടെ ഇരിക്കണ്ട ഉണ്ടെങ്കിൽ പപ്പ കാണാതെ അതങ്ങ് എടുത്ത് മാറ്റിയേക്ക്. അതെന്നാടാ? അതൊക്കെ ഉണ്ട്, വേഗം പറഞ്ഞത് ചെയ്യും. ദേ പപ്പ വന്നല്ലോ. ഹായ് പപ്പ, യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയൊക്കെ അവിടെ നിക്കട്ടെ. എടാ, ഞാൻ ഈ വീട് പണിയുമ്പോഴേ നിന്നോട് വെട്രിഫൈഡ് ടൈൽസ് ഇടാൻ പറഞ്ഞ് ഇത് മുഴുവൻ സെറാമിക്കാലോടാ. അപ്പോ അതിന്ന് മേടിച്ച പൈസ നീ എന്താ ചെയ്ത്? അത് പിന്നെ ഏത് പിന്നേന്ന്? അന്ന് മമ്മിക്കല്ലായിരുന്നോ നിർബന്ധം എന്നെ പാട്ട് പഠിപ്പിക്കാനും പള്ളിക്കറിൽ കയറ്റാനും? അതിന് ഇങ്ങനെ മിച്ചം പിടിച്ച പൈസ കൊണ്ടാ ഞാൻ ആ ഗിറ്റാർ വാങ്ങിയത്. ബെസ്റ്റ്. അപ്പന്റെ മോൻ തന്നെ എല്ലാത്തിനും മെച്ചം പിടിക്കുന്നുണ്ട്. പക്ഷെ ഇച്ചായ ഇവന്റെ അകത്തെ റേപ്പ് അടിപൊളിയായിരുന്നു. അയ്യോ എന്റെ അമ്മയെ, റേപ്പല്ല, റാപ്പ്. അന്ന് വെഞ്ചിരിപ്പിന് വന്ന വികാരിയച്ഛന് നല്ല ഇടിവിട്ട് പാട്ടെല്ലാം പാടി ഇംപ്രസ് ചെയ്തിട്ട് അങ്ങനെ വിട്ടത്. അന്ന് നമ്മുടെ അമ്മാമ്മയുടെ സന്തോഷം തുള്ളിച്ചാട്ടം പാപ്പ ഒന്ന് കാണണമായിരുന്നു. ഫ്ലാഷ് ബാക്ക്.
ഇതുപോലത്തെ പാടിക്കൊണ്ട് അങ്ങോട്ടെങ്ങാനും വന്ന നിന്നെ ഞാൻ എന്നാലേ എൻ്റെ പൊന്നുമോനെ അവിടെ പാർട്ട് ടൈമിൽ നിന്ന് കിട്ടുന്നോണ്ട് ജീവിച്ചാൽ മതി. ഞാനിവിടെ അയച്ചു തരുന്ന പോക്കൽ മണി കട്ട് ചെയ്യാൻ പോവാ. അയ്യോ പപ്പ ചതിക്കല്ലേ. ആ ശരി എന്നാ, ആരോ കാണാൻ വന്നിട്ടുണ്ട്, പിന്നെ വിളിക്കാം. എടി എന്നക്കൊച്ചെ, കാലത്ത് പള്ളി പോയപ്പോ മുറ്റത്ത് ഒരു കാറ് കിടക്കണ കണ്ടല്ലോ, എന്നതാ കാര്യം? നിങ്ങൾ കാറൊക്കെ മേടിച്ചാ? ഇല്ല ചേട്ടത്തി, ഇച്ചായ വന്നതാ. ആര്? കുട്ടപ്പായോ? ആഹാ, എവിടെ? പണ്ട് കണ്ടതാ അവനെ. ഐ ഇതാരിത്? ത്രേസി എടുത്തിയോ? എന്നാ ഉണ്ട് എടുത്തി? ഓ, നിനക്കപ്പന്റെ പേരെല്ലാം ഓർമ്മയുണ്ടല്ലോ. നീ ഞാൻ ചിമ്മിട്ടനായിട്ടുണ്ടല്ലോടാ. പിന്നല്ലാതെ. റീനമോളിപ്പോ എവിടെ എടുത്തി? അവളിപ്പോ കുഴിക്കാട്ടുശ്ശേരി മഠത്തിലെ മദർ സുപ്പീരിയറാ. അതാരായിട്ടായി റീന? ഓ, ഇവനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേ. അതായത് പണ്ട് മുതലേ ഞാൻ ഇവന്റെ അമ്മ ഓറോദയും വലിയ കൂട്ടുകാരായിരുന്നു. ഇവൻ അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന പ്രായം. എന്റെ മോള് റീനയോട് ഇവനൊരു പ്രേമം. അന്ന് കത്ത് കൊടുക്കാൻ ഇവൻ പിന്നാലെ നടന്നതും അവള് കരഞ്ഞ് എന്റെ ഇച്ചായന്റെ അടുത്ത് വന്ന് പറഞ്ഞതും ഇച്ചായന്റെന്ന് ഇവൻ അടി കിട്ടാണ്ട് പിടിച്ചു മാറ്റിയതും ഈ ഞാനായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെ ചില ഫ്ലാഷ് ബാക്കുകളൊക്കെ ഉണ്ടല്ലേ. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ഒറോദയുടെ പോലെ എനിക്കും സ്വന്തം മോളെ ഒരു നോക്ക് പോലും കാണാൻ പറ്റാണ്ട് ഇവിടെ കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നേനെ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ വിളമ്പാൻ നിൽക്കുന്നേ? ത്രേസി അടുത്തേക്ക് വേറൊന്നും പറയാനില്ലേ? എടാ പിന്നെ, നിന്റെ അമ്മ മരിക്കാൻ കിടക്കുമ്പോ കഴിഞ്ഞ ആഴ്ച കൂടി എന്നോട് പറഞ്ഞതേ ഉള്ളൂ നിന്നെ പറ്റി. നിന്നെ കാണണം, കൊച്ചുമോനെ കാണണം. ആ, അല്ലെങ്കിലും പൈസയും പുത്തനൊക്കെ വരുമ്പോ ഇപ്പോഴത്തെ കാലത്ത് ബന്ധങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ലല്ലോ. ആ ഗീവർഗീസാ നിന്റെ അമ്മയുടെ മരിപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ഭംഗിയാക്കിയത്. ഇതാരിഞ്ഞ അടുത്തത്? ആ ഗീവർഗീസാ. ദേ ഇപ്പൊ പറഞ്ഞ നാക്കാത് തെക്കിട്ടതുള്ളൂ ഗീവർഗീസിനെ പറ്റി. നീ വായോ. ആ എല്ലാവരും ഉണ്ടല്ലോ. ത്രേസി ചേട്ടത്തിയുടെ ചൊറിച്ചിൽ അല്ല ചോദിക്കലും പറച്ചിലല്ല കഴിഞ്ഞ. ഒന്ന് പോടാ ഗീവർഗീസ്, അവന്റെ ഒരു വർത്താനം കേട്ടില്ലേ? ഓ, അപ്പൊ ഇതാണല്ലേ ആ നല്ലവനായ അയൽക്കാരൻ ഗീവർഗീസ്. എന്റെ അമ്മയ്ക്ക് വെറ്റിലി മുറുക്കാനും കള്ളക്കടത്ത് നടത്തുന്ന ആള്. അതെ, വേറെ നാട്ടിൽ നിന്ന് ഇവിടെ വീട് വാങ്ങി താമസമാക്കി ഞങ്ങൾക്ക് ഒരേ തമച്ച് എൻ്റെ സ്വന്തം അമ്മയെ പോലെ ആയിരുന്നു. പക്ഷെ അമ്മയുടെ മനസ്സിലെ ഒരേ ഒരു വിഷമം കുട്ടാപ്പായെ ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ മരിക്കേണ്ടി വന്നതാണ്. എടാ നിന്റെ അപ്പം പൈലി നിന്റെ ചെറുപ്പത്തിൽ മരിച്ചത് പിന്നെ അവൾ എത്ര കഷ്ടപ്പെടണം നിന്നെ വളർത്തി വലുതാക്കി ഈ നില വരെ എത്തിച്ചെന്ന് എനിക്കറിയാം. ആ അമ്മയുടെ മരിപ്പിന് പോലും വരാൻ പറ്റാത്ത രീതിയിൽ എന്ത് തിരക്കാണ് നിനക്ക് അവിടെ ഉണ്ടായിരുന്നേ. എന്റെ ത്രേസ്യടത്തി, അത് നിങ്ങളെ പോലുള്ള നാട്ടിൻപുറത്തുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഏട്ടാക്ക് അവിടെ PR കിട്ടാൻ കുറച്ച് നാൾ സ്ഥിരമായിട്ട് ജോലി ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം കഴിഞ്ഞ് PR എല്ലാം സെറ്റായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനി വേണം എനിക്ക് ഈ പട്ടികാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ ഏട്ടായിയുടെ ഒപ്പം. എടാ ഗീവർഗീസേ, എന്നതാണ് ഈ PR? അതമ്മച്ചി ഈ അന്യനാട്ടിൽ സ്ഥിരതാമസമാകുന്നുള്ള ഒരു കാര്യമാണ്. എന്റെ മാതാവേ, അപ്പൊ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവാണോ? അപ്പൊ ഈ വീട് എന്തിനാ പുതിയത് പണിത്? അത് അമ്മ ഉണ്ടായപ്പോ അമ്മയുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്തതാ. ഇനിയിപ്പോ അമ്മയില്ലല്ലോ. വേറെ എന്തെങ്കിലും വഴി നോക്കണം. അപ്പൊ നിങ്ങളെ കാണാൻ വന്നത് എന്തായാലും നന്നായി. എന്റെ കണ്ണടയതിനു മുമ്പ് നിങ്ങളൊക്കെ കാണാൻ പറ്റിയല്ലോ. എന്നാ ശരി, ഞാൻ അറിഞ്ഞിട്ടെ. ആ മത്തായിയുടെ വീട്ടിലെ ഇന്നലെ വൈകിട്ട് ഒരു ഒച്ചയും വെള്ളം കേട്ടു. അവന്റെ പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വന്നെന്നാ തോന്നണേ. പോകുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറണം. ശരി എന്നാ. എടാ നീ ആ മാത്യൂസിന്റെ മോനല്ലേ? ഓ, പണ്ടത്തെ പോലെ എന്റെ കണക്കൂട്ടലൊന്നും ഏൽക്കുന്നില്ലല്ലോ നിന്റെ തമ്പുരാനെ. അത് പോട്ടെ, ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. ഇന്ന് കുർബാന കഴിഞ്ഞപ്പോൾ വികാരിച്ച എന്നോടൊരു കാര്യം ചോദിച്ചു. അമ്മച്ചിയുടെ കുർബാനയും വീട്ടനതി നടത്തുന്നത് 3-നാണോ 5-നാണോ? അതിപ്പോ ഷ്യോ, ഇനിയും ചെലവുണ്ടാവും. തള്ള മരിച്ചപ്പോ അതോടെ എല്ലാം കഴിഞ്ഞു എന്നാ കരുതിയത്. ഇന്നലത്തെ തന്നെ ചടങ്ങിന്റെ വലിയൊരു ബില്ല ഇവന്റുകാർ കൊണ്ട് തന്നത്. അത് കഴിയുമ്പോഴേക്കും വീണ്ടും അടുത്തത്. അതൊക്കെ മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നടത്തുന്നതാണ്. അതിനൊക്കെ ഇങ്ങനെ കണക്ക് നോക്കുന്നത് ശരിയല്ല കേട്ടാ. ഞാനിപ്പോ അച്ഛനോട് എന്താ പറയണ്ടേ? 3-ന് വേണോ 5-ന് മതിയോ? എന്നാ 5 നടത്താല്ലേ? ഏട്ടാ എന്തിട്ട് പറയണേ? മറ്റന്നാളല്ലേ ഞാൻ പറഞ്ഞ ടൂർ ബുക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റ്. ഏത്? നിന്റെ മറ്റേ മസനഗുടി വഴി ഊട്ടിലേക്ക് പോണ ട്രിപ്പാ? ആ അത് തന്നെ. അപ്പൊ നമുക്ക് 3 നടത്താം. അച്ഛനോട് പോയി പറഞ്ഞോട്ടാ. ഇടി അങ്ങനെയാണെങ്കിൽ നാളെയാണ് ആ ദിവസം.
അതിനിപ്പോ എന്താ, അത്യാവശ്യം ആർഭാടത്തോടെ മരിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 3 വളരെ സിമ്പിളായിട്ട് നടത്താം. അത്യാവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ശരി എന്നാ. ആ കേറി വാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ദേ മനുഷ്യ, ഒന്നിങ്ങോട്ട് വന്നേ. ഇന്ന് വൈകിട്ട് 6 മണിക്കെങ്കിലും ഇറങ്ങിയാലാ നമുക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് റിസോർട്ടിലെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചടങ്ങുകളെല്ലാം അവസാനിപ്പിച്ചിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞു വിടും. എന്റെ അന്നെ, നീ ഒന്ന് പതുക്കെ പറ. അമ്മ മരിച്ചിട്ട് ഒരാഴ്ച ആവുന്നതിന് മുമ്പ് നമ്മൾ ടൂർ പോകുന്ന ആരും കേട്ടാലോ? നാട്ടുകാരെന്താ വിചാരിക്കുക? ദേ മനുഷ്യ, നാട്ടുകാരല്ല നമുക്ക് ചെലവിന് തരുന്നത്, പിന്നെ എന്തുറ്റാ? ആ ശരി ശരി, നീ ഒന്ന് അടങ്ങ്. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. എടാ കുട്ടപ്പായെ, ആ തിരി ഒന്ന് എത്തിച്ചേടാ. അച്ഛന് വരാൻ വണ്ടി വല്ലതും വിട്ടിട്ടുണ്ടോ? ഒരു കാര്യത്തിലൊരു ശ്രദ്ധയില്ല. ചായനൊന്നും മിണ്ടാതിരിക്കൂ. ഓ, ഇപ്പൊ എന്തൊരു ശുഷ്കാന്തിയാ. ആവശ്യമുള്ളപ്പോ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഏത് പരിപാടിക്കും കാണും ഇങ്ങനെ മേലനങ്ങാതെ കൽപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്ന ചില വെള്ളിട്ടൊരു. നീ പൊടി കൊച്ചേ അവിടെ. എന്റെ തോമാച്ചായ, അച്ഛനും കപ്പേരും കൊണ്ടുവരാൻ നമ്മുടെ കൈക്കാരൻ പോയിട്ടുണ്ട്. ആ ദേ അച്ഛൻ വന്നല്ലോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടോ കപ്പിയാരെ, തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ഡയലോഗ് കയറി ഓവർടേക്ക് ചെയ്യരുതെന്ന്. അച്ഛൻ ലാഗായപ്പോ ഞാനൊന്ന് കയറ്റി പിടിച്ചതാ. ആ ഇത് തന്നെയാണ് താൻ എല്ലായ്പ്പോഴും പറയുന്നത്. ആട്ടെ, നിങ്ങളൊക്കെ നന്നായി പഠിക്കുന്നില്ലേ? പൂവച്ചോ, 2 പേർക്കും ഫുൾ A+. ആഹാ, വെരി ഗുഡ്. അച്ചോ, ഇത് കുട്ടപ്പായി, ഒറേദേശിയുടെ ഒരേ ഒരു മകൻ. ആഹാ, നീയാണോ കുട്ടപ്പായി? നിന്റെ അമ്മ കാണുമ്പോഴൊക്കെ നിന്നെ പറ്റി പറയുമായിരുന്നു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ദാണ്ടേ കഴിഞ്ഞ ആഴ്ച കൂടി വേണ്ടെന്ന് കൊടുക്കാൻ വന്നപ്പോഴും പറഞ്ഞു നിന്നെ കാണണം, കൊച്ചുമോനെ കാണണമെന്ന്. ഹാ, പാവോ റോദ. അവസാന ആഗ്രഹം പോലും സാധിക്കാൻ കഴിയാതെ അവള് നമ്മെ വിട്ടുപോയി. ഇതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്തിനാ? പോയർ പോയില്ല അച്ഛാ. അതല്ല, ഇന്നലെ ഞായറാഴ്ചയായിട്ട് നിന്നെ പള്ളിയിലോട്ടൊന്നും കണ്ടില്ലല്ലോ. ഞാൻ നിന്നെ തിരക്കിയായിരുന്നു. കാണാണ്ടായപ്പോഴാ ഗീവർഗീസിനെ പറഞ്ഞു വിട്ടത്. ഓ, അത് പിന്നെ ഇന്നലെ ഏട്ടായി ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാൻ പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലും കടമുള്ള ദിവസങ്ങളിലും ഒരുങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കണമെന്ന് അറിയില്ലേ എന്നെ? അച്ഛൻ എന്തുട്ടി പറയണേ? ഈ ഇടവകയിൽ ഏറ്റവും ഒരുങ്ങി കുർബാനയ്ക്ക് വരുന്നത് ഞാനാ. ആ എന്നോടാണോ? എന്റെ കർത്താവീശോ മിശിഹായേ, നീ ഇത് കേട്ടില്ലേ? അച്ചോ, പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ നമുക്ക് ഭക്ഷണം കൊടുക്കായിരുന്നു കേട്ടോ. ആഹാ, ഇതാര് തോമാച്ചനോ? സുഖൊക്കെയാണോ? ആ, അങ്ങനെ പോകുന്നു. മക്കള് വല്ലതും തരാറൊക്കെ ഉണ്ടോ? അതിപ്പോ മൂത്തവനൊന്നും തരാറില്ല, ഇളയവന് തരണം എന്നുണ്ട്. എന്നിട്ട് ഞാൻ കൊള്ളാണ്ടങ്ങ് മാറിക്കളയും. ആ മതി മതി, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ ഞാനൊരു പ്രാർത്ഥന ഗാനം പാടാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, പണ്ട് ഇതുപോലൊരു പാട്ട് പാടിയ ആളെയാ ഈ മെഴുതിരി കത്തിച്ചു വെച്ചാൽ. ഫ്ലാഷ് ബാക്ക്. അതൊന്നും വേണ്ട, ആ സങ്കീർത്തനം എടുത്ത് വെച്ച് വായിച്ചാൽ മതി. അതാവുമ്പോ പാട്ടും പ്രാർത്ഥനയും എല്ലാം അതിൽ തന്നെ ഉണ്ട്. ഞാൻ ദിവസം വായിക്കാറുള്ളതാണേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പൊ നമുക്ക് സ്നേഹവിരുന്നിൽ പങ്കെടുക്കാം. ആ എല്ലാവരും ഇരിക്കൂട്ടോ. ആട്ടെ, കുട്ടപ്പായി വിദേശത്ത് നല്ല നിലയിലാണെന്നാലോ അമ്മച്ചി പറഞ്ഞിട്ടുള്ളത്. അറിയാലോ, പള്ളിപ്പണിയൊക്കെ നടക്കുകയാണ്. ഒഴിവുപോലെ പള്ളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. ഓ ആയിക്കോട്ടെ അച്ചോ. മകൻ ജോർജ് കുട്ടി ഇപ്പൊ എന്തുട്ടാ ചെയ്യുന്നേ? അവനങ്ങ് കാനഡയിലാണ് അച്ഛാ. അവിടെ എന്താ, പഠിക്കാണോ അതോ ജോലിയാണോ? അവനെ അവിടെ MDMA പഠിക്കുക. അല്ല അച്ചോ, അവനവിടെ MA പഠിക്കുക. മതി മതി, എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. കാണാം. ഏട്ടായി, ഊട്ടിക്ക് പോകുമ്പോഴാ വെച്ചിന്റെ ചെരുപ്പ് കാണാനില്ലല്ലോ. ദേ അതിലാണ് ഞാൻ കാറി കയറില്ല കേട്ടോ. നീ ഒന്ന് സമാധാനപ്പെട്ടെ, ഈ ആൾക്കാരൊക്കെ ഒന്ന് പോയിക്കോട്ടെ. അതിവിടെ എവിടെയെങ്കിലൊക്കെ കാണും, നമുക്ക് തപ്പാം. അതെ, ഭക്ഷണം ബാക്കി വന്നാൽ എന്തിട്ട് ചെയ്യണ്ടേ? ഫ്രിഡ്ജിക്ക് വെച്ചാ പോരെ? അത് വേണ്ട, അത് ഗീവർഗീസ് വീട്ടിൽ കൊണ്ടുപോ. ഞങ്ങൾ ഇനി കുറച്ച് ദിവസം ഇവിടെ കാണില്ല. എടാ കൊച്ചനെ, ഞങ്ങളെ ഇറങ്ങുകയാ. ഓ ആയിക്കോട്ടെ.
അതല്ല ത്രേസ്യ എടുത്തിയേ, ഇന്നെന്താ ഒന്നും മിണ്ടാത്ത? എന്തു പറ്റി? ആ അതങ്ങനെയാ, തലയിരിക്കുമ്പോഴേ വാലാടാറില്ല. ഒന്ന് പോഴി അവിടെ നിന്ന്. ഞാൻ ഓരോതേനൊന്ന് ഓർത്തതാ. അല്ലെങ്കിലും ഞങ്ങളൊക്കെ പഴഞ്ചനാ. ചാകാൻ കിടക്കുമ്പോൾ തൊണ്ട നനയ്ക്കാൻ സ്വന്തം മക്കളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അതാരാണേലും ആഗ്രഹിക്കും. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ വല്ല കാര്യം ഉണ്ടായിരുന്ന. എന്നാ ശരി. ഹൗ, അങ്ങനെ എല്ലാ കുരിശുകളും പോയി കിട്ടി. ഇനി എനിക്ക് ഏട്ടായി, ഏട്ടായിക്ക് ഞാൻ. എന്നാ ഇറങ്ങിയാലോ? എടി പിന്നെ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴേ അടുത്ത ഫോട്ടോസും സ്റ്റാറ്റസ് ഇടാൻ നിൽക്കണ്ടാട്ടാ. അതിന് ഞാനിവിടുത്തെ ലോക്കൽസിനെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കാം. ഒന്ന് വന്നേ, ഇരുട്ടണേന് മുമ്പ് നമുക്ക് റിസോർട്ടിൽ എത്തണം. ആ ശരി ശരി വരുന്നു. എടി ഗ്യാസ് ഓഫ് ആക്കിയാ? ഉവ്വ ആ AC ഓഫ് ആക്കിയാ? ഉവ്വ ലൈറ്റ് ഒക്കെ ഓഫ് അല്ലേ? ഉവ്വാന്ന്. അതെ, ഈ 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇറങ്ങായിരുന്നു. ആ ശരി ശരി. ഈ ചായ എന്നാ പോവാം. ആ പോവാ പോവാ. ഈ ചായ എന്തിട്ട് നീ സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചേക്കണേ? ഞാൻ കഷ്ടപ്പെട്ട് തേച്ചതായി ഷർട്ട്, അതൊക്കെ തേച്ച് ചുളിയാണ്, കണ്ടില്ലേ? ഇടി അപ്പൊ ക്യാമറയോ? വാ AI ക്യാമറ, ഒന്ന് പോയോടുന്നു. ഇവൻ ധനപാലൻ, പണ്ട് കുട്ടപ്പായുടെ ഗൾഫിലെ ഉറ്റ സുഹൃത്ത്. നാട്ടിലെ കൂട്ടുകാർക്ക് ഇവൻ ധനപാലൻ, കാട്ടിലെ മൃഗങ്ങൾക്ക് ഇവൻ വനപാലൻ, ദുബായിലെ അറബികൾക്ക് ഇവൻ ഒട്ടകപാലൻ. എന്നാലും ശരിക്കും ഇവൻ ഒരു പൈസ മുക്കിയ ധനപാലല്ലേ പോണേ? അതെല്ലോ, പിടിക്കണവനെ. ഓ ഷിറ്റ്, ഐ ആം ട്രാപ്ഡ്. നീ ജോലി വാങ്ങി തരാൻ, പഠിക്കാൻ സീറ്റ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് വാങ്ങിയ പൈസ മതി. ഇങ്ങനെ ചോദിക്കലും പറയലൊന്നും എനിക്കിഷ്ടല്ല. ദേ എല്ലാവരുടെയും പൈസയും ഈ പെട്ടിയിലുണ്ട്. ബൈ നല്ല ഉണങ്ങിയ വിറക്. നിങ്ങളൊക്കെ വിറക് കച്ചവടക്കാരാണല്ലേ? ഇതെങ്ങനെയാ, കെട്ടായിട്ടാണോ അതോ മൊത്തമായിട്ടാണോ കൊടുക്കാറ്? അതെ, ഞങ്ങൾ കെട്ടിയിട്ടും കൊടുക്കാറുണ്ട്, കെട്ടഴിച്ചിട്ടും കൊടുക്കാറുണ്ട്. നിനക്ക് എങ്ങനെ വേണ്ട എനിക്ക് പറഞ്ഞുതരാണ്ടാ. സാറേ ഇതിനകത്തൊന്നില്ലല്ലോ. ഓക്കെ, എല്ലാം എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് വാ പോവാ. എവിടെയാ നിങ്ങളുടെ മരം വെട്ടുന്ന സ്ഥലം? തൂക്കടവനെ. ആക്ച്വലി ഞാൻ ഈ ജംഗ്ഷനിലേക്ക് വന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ ഒന്ന് കേട്ടിട്ടാണ്. ബൈ നിങ്ങളാ പോകുന്ന വഴിക്കാണ് കുട്ടപ്പായുടെ വീടെങ്കിൽ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോണേ. നിന്നെ എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് എനിക്കറിയാട്ടാ. പുലരിപ്രഭയിൽ കർത്താവേ സാമോദം നിന്ദാസരിത, സൃഷ്ടിക്കഹിലം രക്ഷകനാ നിൻ സ്തുതി ഗീതം പാടുന്നു. ഗുഡ് മോർണിംഗ് മൈ ഡിയർ. ഒന്ന് പോയി ചായ അവിടുന്ന്. ഇപ്പോഴും ചെറുപ്പക്കാരനാന്ന് വിചാരം. ഈ ചായനൊരു ഗുഡ് മോർണിംഗ്. പിന്നില്ലാതെ ഞാൻ എപ്പോഴും 16 തന്നെയാ. എടി ഓറോദാമേ, എന്തോ ഐ ലവ് യു. ചായ എനിക്ക് നാണം വരുന്നുണ്ട് കേട്ടാ, ഒന്ന് നിർത്തിക്കേ. ആട്ടെ, നിന്റെ ഉറക്കൊക്കെ ശരിയായിരുന്നോ? വന്നിട്ട് 4ാമത്തെ ദിവസല്ലേ? എന്താന്നറിയില്ല, ഇന്നലെ കരിപ്പിന് ആത്മാക്കളുടെ പള്ളിമണി അടിച്ചപ്പോ നെഞ്ചിനകത്തൊരു പെടച്ചില് പോലെ. അതൊന്നുമില്ലെന്നേ, ഇനി ഇതെല്ലാം പതുക്കെ അങ്ങ് ശീലായിക്കോളും. ചിലപ്പോ നിനക്ക് വേണ്ടി ആത്മാക്കളുടെ മണി അടിച്ചപ്പോ ആരെങ്കിലും ഓർത്ത് പ്രാർത്ഥിച്ചതാവും. ആട്ടെ, ഇച്ചായനവിടുന്ന് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പഠിച്ചത്? ആണ്ടേ, ഇത് അവിടെ വലത്തുനിന്ന് 8ാമത്തെ കളറുണ്ടോ നീ? ഉവ്വാ, ആ പൂക്കളും മെഴുകുതിരികളും കത്തിച്ചു വെച്ചിരിക്കുന്നതല്ലേ? ആ അതെ, അവിടെ ഒരു 17 വയസ്സുകാരി കിടക്കുന്നുണ്ട്, റേച്ചല്. ആത്മഹത്യ ചെയ്തതാണ്. കാമുകനായിട്ടുള്ള ബ്രേക്കപ്പ് ആയതിന്റെ വിഷമത്തില്. ആ കൊച്ചിനോട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അവള് പറയുന്നത് കേൾക്കാം, പ്രണയത്തെ കുറിച്ചും സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ പറ്റാതാകുമ്പോൾ ഉള്ള വേദനയെ പറ്റിയിട്ടൊക്കെ. ഓഹോ,
അവളാണല്ലോ ഇച്ചായന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നത്. എന്നാലും ഈ കൊച്ചു എന്ത് മണ്ടത്തരാ കാട്ടിയത്. ഒരൊറ്റ നിമിഷത്തെ ജീവിതത്തിലെ കൈവിട്ട ചിന്തയുടെ പുറത്തവള് ഭൂമിയിൽ ഈ സന്തോഷകരമായ ജീവിതം ഇല്ലാണ്ടാക്കി. അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നിന്റെ കഥ, എൻ്റെ ഓറോദാമയെ പറ്റി, എന്താണ് യഥാർത്ഥ സ്നേഹമെന്നും യഥാർത്ഥ പ്രേമെന്നൊക്കെ. അല്ലേലും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഓറോദ എന്നും നല്ല തൻ്റെടി തന്നെയാ. കല്യാണം കഴിഞ്ഞ് 2-ാം വർഷം ഇച്ചായ മരിച്ചപ്പോ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാലോ എന്ന്. പലരും എന്നോട് പറഞ്ഞു മറ്റൊരു വിവാഹത്തെ പറ്റി. എന്നാൽ കൈയൊഴിഞ്ഞവരുടെയും ചൂളമടിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മുമ്പിൽ പൈലിയുടെ വിധവായിട്ടാണ് ഞാൻ അഭിമാനത്തോടെ ജീവിച്ചത്. അത്രയ്ക്കൊന്നും വരില്ലല്ലോ മക്കളെ നിങ്ങളുടെ ബ്രേക്കപ്പും മേക്കപ്പും. അന്ന് എൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കുട്ടപ്പായുടെ ഭാവി. ചോർന്നൊലിക്കുന്ന ഓലപ്പുരയിൽ ചിമ്മന വട്ടത്തിൽ അവനെ പഠിപ്പിച്ച് വളർത്തി വലിയ ആളാക്കി, ജോലിയായി, വീടായി, കാറായി. എന്നാലും ആ പൊന്നുപോലെ അവസാനമായൊന്ന് കാണാനുള്ള ഭാഗ്യം ഈ ഉള്ളവർക്കുണ്ടായില്ലല്ലോ എന്നോട് തമ്പുരാനെ. ഓ പോട്ടടി, അല്ലേലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇപ്പോൾ എന്ത് വിലയുള്ളത്. അവരൊക്കെ ഇപ്പോൾ വലിയ ടെക്നോളജിയുടെ സ്റ്റാറ്റസിൻ്റെ ഒക്കെ ആളുകളല്ലേ. എന്തൊക്കെയായാലും അവരവിടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ഞാൻ മരിച്ചു കിടക്കുന്ന നേരത്ത്, എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും, എന്നെ നോക്കി പുഞ്ചിരിക്കും. പറ ഞാൻ ഇന്നലെ വന്നിട്ടുള്ളോ. ഏത് താമസം നമ്മുടെ പൊതുശ്മശാനത്തില്. പിന്നെ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് വലിയ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ ശരി, വൈകിട്ടോ അങ്ങോട്ടോ ഇറങ്ങാം. ഫൊറോന പള്ളി സമിതിയല്ലല്ലോ നീ കിടക്കണേ. ശരി, ആ ലൊക്കേഷൻ ഒന്ന് എടുത്തിട്ട്. ഇതാര് ഓരോന്നിയാ? എടാ ധനപാല, നീ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയേ? ഒന്നും പറയണ്ട, അതൊരു വലിയ കഥയാ. എന്നാ ഒന്നും പറയണ്ട. ഇച്ചായ, ഇത് നമ്മുടെ കുട്ടപ്പായുടെ കൂട്ടുകാരനാ. ഗൾഫില് വലിയ നിലയിലാ, 90,000 രൂപ ശമ്പളം, 20 നിലയിലെ ഫ്ലാറ്റിലാ താമസം, പിന്നെ 2 കാറുണ്ട് സ്വന്തമായിട്ട്. അയ്യോ അമ്മച്ചി, 2 അല്ല 3. ആട്ടെ, കുട്ടപ്പായ്ക്ക് ഇപ്പൊ അവിടെ എന്തൊക്കെയാണ് വിശേഷം? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? കുട്ടപ്പായി നാട്ടിൽ വന്നിട്ടുണ്ട്. എന്ത്? അവൻ നാട്ടിൽ വന്നിട്ടുണ്ടെന്നാ? ആന്നേ, അവനെ കാണാനല്ലേ ഞാൻ ജംഗ്ഷനിലേക്ക് വന്നത്. അപ്പോഴല്ലേ അവരെല്ലാം കൂടി എന്നെ പഞ്ഞിക്കിട്ടത്. എന്തുട്ട്? ഒന്നുമില്ല. അല്ല, ഞാൻ ഈ പഞ്ഞിക്കിടക്ക വാങ്ങാൻ കുറച്ച് മരക്കച്ചവടക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ വണ്ടി വന്ന് ചാടി അങ്ങോട്ട് വന്ന്. ഒന്നുമില്ല മച്ചളഞ്ഞു. കണ്ടില്ലേ ചായ, ഞാൻ മരിച്ച പിറ്റേ ദിവസം തന്നെ അവൻ വന്നത്. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ ഭാഗ്യക്കേട്? ഒന്ന് നിർത്തിയേ നിന്റെ എണ്ണിപ്പറക്കല്. ഇങ്ങനെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം മാതാപിതാക്കള്. അങ്ങനെ സ്വന്തം ജീവിതം തീരാറ എന്നറിയുമ്പോൾ പലർക്കും തിരിച്ചറിവ് വരണേ. പിന്നെ മക്കളുടെ വീഡിയോ കോളും മാത്രമാണ് അവരുടെ ജീവിതത്തിൽ മിച്ചം കിട്ടുന്ന ചില സന്തോഷങ്ങൾ. അതുകൊണ്ട് നീ അതെല്ലാം ഒന്ന് മറക്ക്. ഇപ്പൊ ആയിരിക്കുന്ന സ്ഥലത്ത് സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക എന്റെ പൊന്നോറോതാമേ. എന്നാലും കുട്ടപ്പായി മതി, നിർത്തിയ നിന്റെ സംസാരം. എക്സ്ക്യൂസ് മീ, ഇവിടെ എന്താ വല്ല സീരിയൽ നാടകമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, നിങ്ങളുടെ ഈ ഡയലോഗ് അടി കേട്ടതുകൊണ്ട് ചോദിച്ചതാ. എന്താ ആ പള്ളിയില് മണി ഇങ്ങനെ കിടന്ന് അടിക്കണേ? അത് മരണമണിയാടി. നമ്മുടെ ഇടവകയിൽ ആരും മരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഈ മണിയടി. ഓ, അതാര്? ചിലപ്പോ ത്രേസ്യായിരിക്കും. അല്ലെങ്കിൽ തോമാച്ചൻ. ഈ ഇടവകയില് ബാക്കിയുള്ള കിളവനും കിളവി അവരാ. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ആണ്ടേ, അവരിങ്ങോട്ടല്ല വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മരണമണി അടിച്ച എന്റെ ശവടുപ്പ് വരുന്നാണെന്ന്. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ
ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. ഹേ ഹലോ, ഓപ്പൺ ദി ഡോർ. ജൂനിയേഴ്സ് വന്നു കഴിഞ്ഞാൽ സീനിയേഴ്സിന്റെ അടുത്ത് ഒന്ന് മുഖം കാണിക്കണം അറിയില്ലല്ലോ നിനക്ക്. ഒന്ന് ചുമ്മാ എടുത്തിറക്ക. എടാ കുട്ടപ്പായി, നീയാ? ഇച്ചായ, ദേ നമ്മുടെ പൊന്നുമോൻ കുട്ടപ്പായല്ലത്. എടാ മോനെ, നിനക്കെന്തിനു പറ്റിയേ? അപ്പ അത് നിന്നെ കാണണം കാണണം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കാണാനല്ലട്ടാ ഞാൻ ആഗ്രഹിച്ചത്. എന്റെ വാക്ക് അറം പറ്റിയ പോലെ ആയല്ലോ തമ്പുരാനെ. ഒന്ന് നിർത്തിയേ. തുടങ്ങി നിന്റെ എണ്ണിപ്പറക്കൽ വീണ്ടും. എടാ ശരിക്കും എന്തുണ്ടായി? ഒന്നും പറയണ്ട. അവളുടെ മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള ട്രിപ്പേ. അതല്ല, നീ ഇതെങ്ങനെ ഇവിടെ എത്തി? ഞാൻ കൊണ്ടുവന്ന കുപ്പി വാങ്ങാനായിട്ട് നിന്നോട് ജംഗ്ഷനിലല്ലേ വരാൻ പറഞ്ഞേ, പിന്നെ എങ്ങനെ നീ ഇവിടെ എത്തിയേ? ഡാ അതൊന്നും പറയണ്ട, അത് വലിയ കഥയാ, നീ അത് വിട്. കണ്ടില്ല, ഇപ്പോഴാണ് നമ്മളോടെല്ലാം മൈൻഡ്. അവനവൻ്റെ ഒരു കൂട്ടുകാരും വേറെ അന്താരാഷ്ട്ര ചർച്ചയൊക്കെ. അയ്യോ അമ്മ, അമ്മയുടെ പിണക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇത് നോക്കിയേ, അമ്മ മരിച്ചു എന്ന് അറിഞ്ഞപ്പോ നമ്മുടെ നാട്ടില് ഏറ്റവും നല്ല ഇവന്റുകാരെ തന്നെയാ അടക്കിനേൽപ്പിച്ചത്. ദേ ഈ കല്ലറ നോക്കിയേ. ഈ സിമിത്തേരിയില് ഇത്രയും പ്രൗഢിയുള്ള വേറെ ഏതേലും കല്ലറ അമ്മ കണ്ടിട്ടുണ്ടാ? ദേ മേലിട്ടിരിക്കുന്ന വെള്ള മാർബിള് തന്നെ ഞാൻ പറഞ്ഞു വരുത്തി ചെയ്യിപ്പിച്ചതാ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഓരോതാമച്ചിയുടെ കല്ലറ ഈ സിമിത്തേരി മൊത്തം തലയെടുപ്പോടെ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെയും അന്നയുടെ ഒരു അഭിമാനം തന്നെയാണ്. പറഞ്ഞത് അവന്റെ അഭിമാനം അത്ര എന്റെ കുഴിമാടം. ഇതാണോടാ എനിക്ക് വേണ്ടിയിരുന്നത്? വിളിക്കുമ്പോഴൊക്കെ ഞാൻ നിന്നോട് പറയാറില്ലേ, ഒന്ന് നാട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്കാനായിട്ട്, എന്റെ കൂടെ എന്റെ പൊന്നു കുട്ടപ്പായായിട്ട്. അമ്മപ്പന്റെ പിയാറോ? മിണ്ടി പോകരുത്, നീ നിന്റെ ഒരു പിയാറോ. എടാ, സ്വന്തം ഇഷ്ടവും സുഖവും നോക്കി ജീവിക്കാനാണെങ്കിലേ എനിക്കത് പണ്ടേ ആകായിരുന്നു. അങ്ങനെയാണെങ്കിലേ നീ ഒന്ന് ഈ ഭൂമിയില് മതി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, പറഞ്ഞ കുറച്ച് കൂടിപ്പോ. ഇച്ചായ, കേട്ടില്ലേ അവൻ പറഞ്ഞത്? പെറ്റ തള്ളയ്ക്ക് അവസാനമായി കൊടുത്ത സമ്മാനം ഒരു വെള്ളടിച്ച കുഴിമാടം. എന്താ ഒന്നും മിണ്ടാനില്ലേ? ഇപ്പൊ എന്താ നാക്കിറങ്ങിപ്പോയോ? എടി ഒറോദെ, നീ ഒന്ന് സമാധാനപ്പെട്ടേ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ മക്കൾ ജീവിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? അവർക്കുണ്ടാവില്ലേ എവിടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? എടാ, പിന്നെ ജീവിച്ചിരിക്കുമ്പോഴാണ്, അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞ് നിന്റെ മറ്റേ വെള്ളമടിച്ച് കുഴിമാടം പണിതിട്ടല്ല അമ്മയോടുള്ള സ്നേഹം കാണിക്കേണ്ടത്. അത് കുറച്ച് സമയമുള്ള നമുക്ക് ഈ ഭൂമിയിലുള്ളത്. അത് നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചൂടെ? അങ്ങനെ സ്നേഹിക്കാനല്ലേ നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നാടകം വെള്ളയടിച്ച കുഴിമാടം ഭാഗം 2. കഥ, തിരക്കഥ, സംവിധാനം അജിൽ ഫ്രാൻസിസ്. ഷ്യോ, എന്നെ ഓർക്കാൻ വെച്ചത് ഇങ്ങനെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കണേ? എണീറ്റേ, ഏട്ടൻ വന്നു. അമ്മച്ചി. എടാ കുട്ടപ്പായി, എന്റെ പൊന്നുമോൻ വന്നാ? എടാ, ഞാനൊരു ദുസ്വപ്നം കണ്ടടാ കുറച്ചു മുന്നേ. നീയും എന്റെ ഇച്ചാനും എല്ലാരും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അമ്മച്ചി എന്തുട്ടൊക്കെ പറയണേ? ദുസ്വപ്ന? അതൊക്കെയാണ് മറന്നേ. ഇനി അങ്ങോട്ട് ഞാനില്ലേ കൂടെ? എന്തായാലും ഇന്ന് തന്നെ പള്ളിയിൽ പോയി ഫെഡറിക് അച്ഛനെ കണ്ട് മരിച്ചവരുടെ കുർബാനയ്ക്ക് പൈസ കൊടുക്കണം. ഓ ശരി. അമ്മയുടെ എല്ലാ നേർച്ചകളും വഴിപാടുകളും നടത്തിത്തരാൻ ഞാനില്ലേ കൂടെ? ഇനി
ഗൾഫിലെ എല്ലാം അവസാനിപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കണേ. ഇനി ഇവിടെ അമ്മച്ചിയുടെ പൊന്നുമോനായിട്ട് എന്നും ഉണ്ടാവൂട്ടാ. ഓ ഇപ്പൊ എന്റെ കൂട്ടൊക്കെ വിട്ട് മോന്റെ ഒപ്പം സെറ്റ് കൂടിയില്ല അമ്മേ. ഒന്ന് പോടി അവിടുന്ന്. എനിക്ക് നീയും അവനും ഒരുപോലെയല്ലേ. അതല്ല, ഇങ്ങനെ നിന്നാ മതിയാ? അമ്മച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമുക്ക് തുടങ്ങണ്ടേ? എവിടെ? നീ എല്ലാവരെയും വിളിച്ചില്ലേ? എല്ലാവരും ഇപ്പൊ എത്തും. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അമ്മച്ചി. അമ്മച്ചി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അമ്മച്ചി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതല്ല കുട്ടപ്പായി, കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ? അമ്മച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എവിടെ? ഡാൻസുകാരൊക്കെ എവിടെ? ദേ ഏട്ടായി, അവരൊക്കെ ഇവിടെ എത്തി. जश्न है भारत, रग रग में है जीत की आदत, ऐसा हुनर दुश्मन भी सलामी दे। तू सूरज हम तेरे उजाले, तुझसे जुदा नहीं होने वाले, आखिर तक हम सफर तिरंगे के। जय हिंद जो नस नस में है, हर बाजी फिर बस में है, जिद जान के हिंदुस्तान बोले। सुजलाम सुफलाम श्यामलाम वंदे मातरम। सुजलाम सुफलाम मलयज शीतलाम सस्य श्यामलाम वंदे मातरम। ओ देश मेरे तेरी शान पे सदके, कोई धन है क्या तेरी धूल से बढ़ के, तेरी धूप से रोशन, तेरी हवा पे जिंदा, तू बाग है मेरा, मैं तेरा परिंदा। है अर्ज़ ये दीवाने की, जहाँ बोर सुहानी देखी, एक रोज वही मेरी शाम हो। कभी याद करे जो जमाना, माटी पे मर मिट जाना, जिक्र में शामिल मेरा नाम हो। ओ देश मेरे तेरी शान पे सदके, कोई धन है क्या तेरी धूल से बढ़ के, तेरी धूप से रोशन, तेरी हवा पे जिंदा, तू बाग है मेरा, मैं तेरा परिंदा। है अर्ज़ ये दीवाने की, जहाँ बोर सुहानी देखी, एक रोज वही मेरी शाम हो। कभी याद करे जो जमाना, माटी पे मर मिट जाना, जिक्र में शामिल मेरा नाम हो। സ്നേഹിക്കാനും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാലത്തിൻ്റെ പരിണാമത്തിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളും രീതികളും പരിഷ്കാരങ്ങളും മാറിക്കൊണ്ടിരുന്നാലും മാറ്റമില്ലാതെ തുടരേണ്ട ഒന്നാണ് മനുഷ്യൻ്റെ മനോഭാവങ്ങൾ. അത് പണമുണ്ടായാലും പണമില്ലെങ്കിലും, എല്ലാം നേടിയാലും ഒന്നുമില്ലെങ്കിലും, നമ്മൾ പിന്നിട്ട വഴികൾ, നമ്മളെ കൈപിടിച്ച് നടത്തിയ വ്യക്തികൾ, നമ്മുടെ ഉയർച്ച മാത്രം ആഗ്രഹിച്ച് പ്രയത്നിച്ചവർ, അങ്ങനെ എത്ര പേർ. നാം ഒന്നും ഒറ്റയ്ക്ക് നേടുന്നില്ല. പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപാട് കരങ്ങൾ വഴി നമ്മുടെ വിജയം ആശ്രയിച്ചിരിക്കുന്നു. കുട്ടപ്പായും അന്നായും മൊറോദയും ഈ നാടകത്തിലെ ഓരോരുത്തരും ഉദാഹരണങ്ങളാണ്. നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ട മനോഭാവവും വ്യക്തിത്വമുള്ള മനുഷ്യരായി സമൂഹത്തിൽ ചരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീസസ് യൂത്ത് കല്ലൂർ വെസ്റ്റ് പ്രേക്ഷകർക്കായി വിനയപുരസ്സരം ഈ നാടകം സമർപ്പിക്കുന്നു.